നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ചുണ്ടൻ വള്ളങ്ങളുടെ ഗ്ലാമറിൽ മുങ്ങിപ്പോകുന്നവരാണ് ചെറുവള്ളങ്ങൾ. പക്ഷേ വാശിയേറിയ മത്സരം ചെറുവള്ളങ്ങളിലും കാണാം. PDBC ഇരുട്ടുകുറ്റി ബ്രിഗേഡ് വള്ളം തുഴച്ചിൽക്കാർക്കൊപ്പം മിഥുനയ്യപ്പനുണ്ട്. കാണാം ആ റിപ്പോർട്ട്. വള്ളംകളി മത്സരങ്ങൾ ആരംഭിക്കാൻ ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഹീറ്റ്സ് മത്സരങ്ങളൊക്കെ തന്നെ ആരംഭിക്കാനിരിക്കുന്നു. നമ്മളെല്ലാം ഈ ചുണ്ടൻ വള്ളങ്ങളുടെ ഗ്ലാമറസ് ഇനമാണ് ചുണ്ടൻ വള്ളം ഈ വള്ളംകളിയിലെ. അതുകൊണ്ട് തന്നെ എല്ലാവരും ചുണ്ടൻ വള്ളത്തിനൊപ്പമാണ് പോവാറ്. പക്ഷേ ഒപ്പം തന്നെ അതിമനോഹരമായിട്ടുള്ള കാഴ്ച തന്നെയാണ് ഈ ചെറുവള്ളങ്ങളുടെ ഒക്കെ മത്സരം എന്ന് പറയുന്നത്. ഇപ്പോൾ B ഗ്രേഡ് വള്ളമായ ഇരുട്ടുകുത്തി വള്ളത്തിന്റെ കൂടെയാണ്. വള്ളത്തിന്റെ ഏത് പൈനൂർ ദേശം എന്നാ തൃശ്ശൂർ എന്നുള്ള ടീമാണ് കേട്ടോ. എന്റെ നാട്ടിൽ നിന്നുള്ള തൃപ്രയാർന്നാണ് വരുന്നത് അല്ലേ? ഇവിടെ വന്ന് നെഹ്റു ട്രോഫിക്ക് ആദ്യമായിട്ടാണോ? 3-4 വർഷമായിട്ട് ഞങ്ങൾ ഉണ്ട്. ഗോതിരുത്തുപത്രം എന്ന B ഗ്രേഡ് വെള്ളമാണ് വലിക്കുന്നത്. അത് 30 മുതൽ 35 വരെയാണ് അതിൽ വലിക്കുന്നത്. ഇവിടെ B ഗ്രേഡാണ്, നമ്മളവിടെ K ഗ്രേഡാണ്. ഒരു 2 മാസത്തെ ട്രെയിനിങ് ഉണ്ട്. അപ്പൊ നെഹ്റു ട്രോഫി ഇപ്രാവശ്യം തൃപ്പയാർക്ക് കൊണ്ടുപോകുന്നു, പൈനൂർക്ക് കൊണ്ടുപോകുന്നുള്ള രീതിയിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇതിനു മുൻ വർഷങ്ങളിലെ ഒരു പ്രകടനമൊക്കെ എങ്ങനെയാണ്? മുൻ വർഷങ്ങള് എല്ലാ വർഷവും ഞങ്ങള് ഫൈനൽ കളിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും 3 അവസരം കിട്ടിയിട്ട് 2 അവസരം കിട്ടിയിട്ട് എല്ലാം കിട്ടി നല്ല പ്രകടനം നടത്താറുള്ളത്. പിന്നെ ഞങ്ങളെ ഇതിന് കൊണ്ടുവരുന്ന മുഖ്യ ട്രെയിനറായിട്ട് സനുവിനോട് നമ്മൾ സംസാരിക്കുന്നത്. പറയൂ എങ്ങനെയാണ് ഈ തയ്യാറെടുപ്പ്? ഇപ്രാവശ്യം നമുക്ക് കപ്പ് എടുക്കണം, അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനപ്പുറം വേറെ ഒന്നുമില്ല. ഫൈനൽ കാരണം കപ്പ് എടുക്കണം. എല്ലാം തൃപ്പയാർന്നുള്ള ആളുകൾ എല്ലാം തൃപ്പയാർന്നുള്ള ആളുകളല്ല, തൃപ്പയാർ തൃശ്ശൂർ തന്നെയാണ്. ഇവിടെ വന്ന് മത്സരിക്കുമ്പോൾ എങ്ങനെയാ അവിടുത്തെ അവിടെ നാട്ടിലും നാട്ടിൽ നിന്നുള്ളൊരു ടീമാണ്. ഇതിൽ നമ്മുടെ അയൽപക്കങ്ങളുള്ള ടീമുകളെയും പിള്ളേരെല്ലാം ചേർത്തുകൊണ്ട് നമ്മൾ 2 മാസം ട്രെയിൽ എടുത്ത് നാട്ടിൽ നിന്നുള്ള ടീം ഇവിടെ വന്ന് കപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിൽ പരം സന്തോഷം ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾ എടുക്കും, പ്രാവശ്യം എടുത്തിരിക്കും. ഇത്തവണ വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് പ്രൈസ് മണിയിലും എല്ലാത്തിലും വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ എങ്ങനെയാ കാണുന്നത്? പ്രൈസ് മണി കാരണം വെച്ചാല് ഇപ്പൊ നമ്മുടെ സംബന്ധിച്ച് ഇരുട്ടുത്തി B ഗ്രേഡാണ് നമ്മൾ വരുന്നത്. അപ്പൊ അതിലൊക്കെ നമ്മളൊന്നും ശരിക്കും നോട്ടങ്ങളില്ലേ. എന്നിരുന്നാലും കൂടി നമ്മളൊരു വള്ളംകളി ആവേശം നമ്മളെ സംബന്ധിച്ച് നെഹ്റു ട്രോഫി ഒരു വലിയൊരു വള്ളംകളി. അതിലിപ്പോ പങ്കെടുക്കണം, കപ്പ് എടുക്കണം. ഇതിനെ കുറിച്ച് കാര്യമായിട്ടൊന്നും പറയില്ല. എല്ലാവരും ഈ ചുണ്ടവള്ളങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ നമ്മുടെ ഈ ചെറുവള്ളങ്ങള് ഒരു പിന്തള്ളപ്പെടുന്നുണ്ടോ? ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും കൂടുതൽ നമ്മളെ ചുരുള വള്ളങ്ങളല്ലേ. അപ്പൊ തന്നെ അത് ശ്രദ്ധ കേന്ദ്രീകരിക്കും. അവിടേക്ക് തൃശ്ശൂർക്ക് എന്തെങ്കിലും അവനെ കിട്ടില്ല, അവന് ചുണ്ടവള്ളം ഇല്ലല്ലോ അതിന്. അപ്പൊ അവിടെ തന്നെ ഏറ്റവും കൂടുതൽ അവിടുത്തെ കണ്ടശങ്കട വള്ളംകളി, അങ്ങനെ നിരവധി വള്ളംകളി ഉണ്ടല്ലോ, മറ്റേ വള്ളംകളി. അവിടങ്ങളിലൊക്കെ 6-7 മത്സരങ്ങൾ ഞങ്ങൾ മത്സരിക്കുന്നുണ്ട്. കണ്ടശാങ്കടവ്, പറവൂര്, 4 മണിക്കാറ്റ്, തീരം, ഇടിയഞ്ചിറ, തൃപ്പയാറ്. കൊച്ചുകുട്ടികളെ കൂടെ ഉണ്ടോ? നിങ്ങൾ തുഴയുണ്ടോ? എപ്പോ മുതൽ തുഴഞ്ഞു തുടങ്ങും? തുടങ്ങും. പ്രാക്ടീസ് ഇപ്പോഴും തുടങ്ങുന്നുണ്ടോ? ചെറുതായിട്ട് തുടങ്ങുന്നുണ്ട്. എന്തൊക്കെയാ വള്ളം തുഴയാനുള്ള ഒരു ആവേശമൊക്കെ എങ്ങനെയാ? അത് ഇപ്പൊ ഇവരെ നോക്കി പഠിച്ച് ഇവരൊപ്പം അച്ഛനുണ്ട്. ചെറുപ്പം മുതലേ വള്ളത്തിൽ കയറുന്നുണ്ട്. ഇവര് കൊണ്ടുവരുന്ന വെള്ളത്തിലൊക്കെ കയറും. ഇവരെ ഇതിനൊക്കെ തുഴയും. അപ്പൊ അടുത്ത പ്രാവശ്യം തുഴക്കാരായിട്ട് കാണാം. ഞങ്ങളുള്ള ചേട്ടനിയന്മാരും പിന്നെ സുഹൃത്തുക്കളും ഒറ്റ കരയിലത്തെ ആൾക്കാരാണ്. ആരും പുറത്തുനില്ല. ഹോം ടീം ഇപ്പൊ പറഞ്ഞു വരുമ്പോ കേരളത്തിൽ ആകെ ഒരു ഹോം ടീം ഉണ്ടാവുള്ളൂ, അത് ഞങ്ങളാണ് PDBC. ഞങ്ങൾക്ക് അഹങ്കരിക്കാം. പുറത്തുനിന്നുള്ള ആൾക്കാരൊന്നുമില്ല, എല്ലാം നമ്മുടെ സ്വന്തം ആൾക്കാരാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ PDBC ടീം എല്ലാം സജ്ജമാണ്. അവർ അല്പ നിമിഷങ്ങൾക്കകം തന്നെ അവർ ആ പുന്നമടയുടെ കായലോരത്ത് അത് വലിയ ആവേശം സൃഷ്ടിച്ചുകൊണ്ട് വലിയ തീപ്പാറും വള്ളമായി ഇവരെ വിജയത്തിലേക്ക് കുതിക്കുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അത് തന്നെയാണ് നമുക്ക് ആശംസിക്കാനുള്ളത്. ഏതായാലും എല്ലാവരും വലിയ ആവേശത്തിലാണ്. പൈനൂർ ദേശത്തിനെ അങ്ങനെ എല്ലാവരും വളരെ വലിയ ആവേശത്തിലാണ്. മത്സരത്തിലേക്ക് കടക്കുകയാണ് ഇവരും.